ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നിങ്ങൾ ഈ ഹൈലൈറ്റ്സിൽ കണ്ടതുപോലെ തന്നെ ഇന്ന് അക്കിയുടെ അമ്മ വരികയാണ് നാട്ടിൽ നിന്ന്. അപ്പോൾ നമ്മുടെ നീന നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരിയുടെ കൂടെയാണ് ഇന്ന് അക്കിയുടെ അമ്മ വരുന്നത്. ഇന്ന് അക്കിയുടെ ഡ്യൂട്ടി രാത്രി 11 മണി വരെ ഉണ്ട്. അപ്പോൾ നമ്മൾ ദുബായിൽ നിന്ന് അബുദാബിയിലേക്കാണ് വന്നിട്ടുള്ളത് പിക്ക് ചെയ്യാനായിട്ട്. അബുദാബിക്കായിരുന്നു നമ്മൾ ഫ്ലൈറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും അവർ രണ്ടുപേരും റെസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ പോയി നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത്. അവർ രണ്ടുപേരും റെസ്റ്റ് എടുക്കുമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പെട്ടെന്ന് വീഡിയോ എടുക്കാനുണ്ടപ്പോൾ നീന ഒരു ഷോക്കിലാണ്. എന്തായാലും നമ്മൾ കുറച്ച് ടൈമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി. കാരണം നമ്മൾ എന്തായാലും എത്തുമ്പോഴും ഒരു പുലർച്ചെ 4:30 ടൈം ആവും. ഓക്കെ നീന, ബൈ ബൈ. നമ്മളങ്ങനെ യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങി അവിടെ നിന്ന്. ഇനിയിപ്പോൾ നമ്മുടെ ദുബായിലോട്ട് പോവുകയാണ്. അമ്മ ഫസ്റ്റ് ടൈമാണ് ദുബായിലത്തെ അപ്പാർട്ട്മെൻറ്റിലോട്ട് വരുന്നത്. കാരണം നമ്മൾ തന്നെ മൂവ് ചെയ്തിട്ട് ഏകദേശം ഒരു 3 to 4 months ആവുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ലോങ് ഡ്രൈവിന് ശേഷം നമ്മൾ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോവുകയാണ്. അമ്മ ഇപ്പോൾ വരാനുള്ള മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രഗ്നൻസീൻ്റെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ എൻ്റെ ലാസ്റ്റ് മാസങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം പുള്ളിക്കാരി ആദ്യം എത്തി. ഇനി എൻ്റെ മമ്മ അടുത്ത മാസം വരും. അപ്പോൾ ചിലപ്പോൾ എൻ്റെ ഡേറ്റ് കുറച്ച് നേരത്തെ ആണെങ്കിൽ എൻ്റെ മമ്മയ്ക്ക് ആ ഡെലിവറി ടൈമിൽ ഉണ്ടാവാൻ പറ്റില്ല. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഇനി കുറച്ച് ദിവസങ്ങൾ നല്ല ഹോംലി ഫുഡൊക്കെ കഴിച്ച് അമ്മ ഉണ്ടാക്കി തരുന്ന ഫുഡൊക്കെ കഴിച്ച് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഭയങ്കര ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനുള്ളത്. സോജ, വെൽക്കം. ഇതാണ് നമ്മുടെ വീട്. കൂടുതൽ വിശേഷവും കാര്യങ്ങളൊന്നും ഈ ദിവസം ഉണ്ടായിട്ടില്ല കേട്ടോ. കാരണം പുലർച്ചെയല്ലേ നമ്മൾ എത്തിയത്. അപ്പം അമ്മ ജസ്റ്റ് നമ്മുടെ വീടൊക്കെ ഒന്ന് നടന്ന് കണ്ട് പെട്ടെന്ന് തന്നെ ഉറങ്ങി. നെക്സ്റ്റ് ഡേ ആയി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ ഗ്രോസറി ഒക്കെ മേടിക്കാൻ പോകാണ്ട്. അപ്പോൾ അമ്മ വന്നതിന് ശേഷം ഒരുമിച്ച് പോയി മേടിക്കാമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ പെൻഡിങ് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നെസ്റ്റോയിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. അവിടുത്തെ ഫുഡ് ബുക്കിലാണ് നമ്മൾ മീൽസ് ആണ് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ബീഫ് റോസ്റ്റ് മേടിച്ചു, പിന്നെ ഈ നെത്തോലി ഫ്രൈയും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു മീൽസൊക്കെ കഴിച്ചതിന് ശേഷമാണ് നമ്മുടെ ഷോപ്പിങ്ങിലേക്ക് നമ്മൾ കടന്നത്. ഗ്രോസറി ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. കാരണം നമ്മളിങ്ങനെ തമ്മിൽ ഡിസ്കസൊക്കെ ചെയ്തിട്ടൊക്കെ ഇങ്ങനെ എടുക്കുമായിരുന്നു. കാരണം അമ്മയ്ക്ക് നമ്മളിവിടെ ഈ ബസ്മതി റൈസായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അമ്മ വരുമ്പോൾ നമ്മൾ ജയ റൈസിലോട്ടൊക്കെ മാറി. ഇനിയിപ്പോൾ നല്ല നാടൻ ഫുഡൊക്കെ നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തമ്മിൽ ഡിസ്കസൊക്കെ ചെയ്തിട്ട് സാധനം മേടിക്കുന്നതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അമ്മ എങ്ങനെയായിരുന്നു ഷോപ്പിംഗ്? ഇഷ്ടപ്പെട്ടാ? വീട്ടിലെത്തിയിട്ട് ഞാനിപ്പം പ്രഗ്നൻസി ആയതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഫേസ് വാഷായിട്ട്. ഈ ഒരു മാമഅർത്തിൻ്റെ റൈസ് ഫേസ് വാഷ് ഭയങ്കര എനിക്ക് നല്ലൊരു എന്താ പറയുക ഫ്രഷ് ഫീല് കിട്ടുന്നൊരു ഫേസ് വാഷാണ്. ഞാൻ മുന്നേ ഇതിന് മുമ്പ് ഗാർണിയറൊക്കെ ആയിരുന്നു യൂസ് ചെയ്തത്. പക്ഷേ ഇപ്പം ഈ ഒരു ഫേസ് വാഷ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ ഫേസ് വാഷ് ചെയ്തപ്പം ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതേ അടുത്ത ദിവസമായി. അടുത്ത ദിവസം നമ്മുടെ ഇന്നത്തെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബേബിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് നമ്മുടെ ഹോസ്പിറ്റൽ ബാഗൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ചധികം ഡ്രസ്സുകൾ മേടിക്കാൻ ഇന്ന് നമ്മൾ പോവുകയാണ്. ഇന്ന് നമ്മൾ പോകുന്നത് ഷാർജയിലുള്ള സഹാര സെൻറ്ററിലാണ്. നമ്മുടെ വീടിന് തൊട്ടടുത്താണ് സഹാര സെൻറ്റർ. പക്ഷേ ദുബായ് ഷാർജ ബോർഡർ ആയതുകൊണ്ട് തന്നെ ഒരു 20-25 മിനിറ്റ്സ് എടുക്കും ട്രാഫിക് കുറവാണെങ്കിൽ. ട്രാഫിക് കൂടുതലാണെങ്കിൽ സമയത്ത് നമുക്കൊരു 45 മിനിറ്റിൻ്റെ അടുത്ത് വരും. നടക്കേണ്ട ദൂരമേ ഉള്ളൂ സത്യം പറഞ്ഞാൽ. അപ്പോൾ നമ്മളിതേ അമ്മയും ഞാനും ഒക്കെയും കൂടിയിട്ട് ഇതൊക്കെ ബേബിയുടെ ക്ലോത്ത്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഭയങ്കര ഓവറായിട്ടൊന്നും നമ്മൾ സാധനങ്ങൾ മേടിക്കുന്നില്ല. ഒരു ഹോസ്പിറ്റൽ ബാഗ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഡ്രസ്സുകൾ നമ്മൾ മേടിക്കുന്നുള്ളൂ. അതും സൈസൊക്കെ ഭയങ്കര കൺഫ്യൂസിങ് ആണ്. അത് ബേബിക്ക് ഓക്കെ ആവോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. അപ്പോൾ എല്ലാം വളരെ മിനിമലായിട്ടുള്ള രീതിയിലേ നമ്മൾ മേടിച്ചിട്ടുള്ളൂ. ഇനിയെല്ലാം വന്നതിന് ശേഷം നമുക്ക് മേടിക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ മേടിച്ചു. ഞാനതിന് നെക്സ്റ്റ് ഡേ അതെല്ലാം വാഷ് ചെയ്ത് പിന്നെ അത് അയൺ ചെയ്ത് വെക്കുകയാണ്. അപ്പം ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പരിപാടി തീർന്നല്ലോ. അപ്പം ഇനി ഹോസ്പിറ്റൽ ബാഗ് സെറ്റ് ചെയ്യണതിൻ്റെ ഒരു കുഞ്ഞു പരിപാടിയിലാണ് ഞാനിപ്പം ഉള്ളത്.
ഇന്ന് രാത്രി വേറൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് അമ്മ അക്കിക്ക് സ്പെഷ്യലായിട്ടൊരു ഐസ്ക്രീം ഉണ്ടാക്കുന്നുണ്ട്. കുഞ്ഞിലെ ഉണ്ടാക്കി കൊടുത്ത ഐസ്ക്രീമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അക്കി അമ്മ വന്ന ഉടനെ പറഞ്ഞു എനിക്ക് ഐസ്ക്രീം ഒന്ന് ഉണ്ടാക്കി തരണം എന്ന്. അമ്മ അപ്പോൾ നമ്മൾ എന്താ ഉണ്ടാക്കണേ? വീട്ടിലുണ്ടാക്കുന്ന നാടൻ ഐസ്ക്രീം. ഫ്ലേവർ ഉണ്ടോ? ഫ്ലേവർ വാനില ഐസ്ക്രീം. ഹോം മെയ്ഡ് അല്ലേ? വളരെ ലളിതമായ രീതിയിൽ ആർക്കും എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന സൈസിലുള്ള ഒരു ഐസ്ക്രീമാണ് ഞാനിപ്പോൾ തയ്യാറാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിന് എന്തൊക്കെയാ നമുക്ക് ആവശ്യമുള്ളത്? അതിന് ആവശ്യമുള്ളത് പാല്, മുട്ട, പഞ്ചസാര, വാനില എസൻസ്. ഇത്ര മതി? ഇത് മാത്രം മതി. ഇത് നമുക്ക് അടിപൊളിയായിട്ട് എന്നിട്ട് ഫ്രീസറിൽ വെക്കുക. ഓ, അപ്പൊ എന്നും ഉണ്ടാക്കാലോ നമുക്ക് ഐസ്ക്രീം അല്ലേ? ഒരു ഗ്ലാസ് പാലിന് ഒരു മുട്ടയാണ് കണക്ക്. ഒരു ഗ്ലാസ് പാലിന് ഒരു മുട്ട. നമ്മൾ എത്ര ഇപ്പൊ നമ്മളൊരു 6 ഗ്ലാസ് പാലിനുള്ള ആണ് ഐസ്ക്രീമാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതുവേണ്ടി ഇപ്പോൾ നമ്മുടെ ഈ ജാറ് വലിയ ബ്ലെൻഡറാണത്. ബ്ലെൻഡർ അത് നമുക്ക് സ്ഥലപരിമിതി പോലും. അപ്പൊ നമ്മൾ 2 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. 2 കപ്പ് പാല് വെച്ച് അതെങ്ങനെ അപ്പൊ 3 തവണ അതിനകത്ത് അടിക്കേണ്ടി വരും. 2 കപ്പ് വെച്ച് തയ്യാറാക്കാൻ തുടങ്ങിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടിപൊളി ഐസ്ക്രീം കഴിക്കാൻ നമ്മൾ റെഡി ആയിട്ട് ഇരിക്കുകയാണ്. ഗ്ലാസ് പാലാകുമ്പോൾ 5 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. 5 ടേബിൾ സ്പൂൺ. ഓക്കെ, മധുരം പോലെങ്കിൽ ലാസ്റ്റ് ചേർത്ത് ഇതിനകത്തോട്ട് ഒഴിക്കുക. നമ്മളിതിപ്പോൾ ഒറ്റയടിക്ക് അടിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇതിപ്പോൾ 3ആയിട്ട് അടിച്ചു ചേർത്തത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ ട്രിപ്പ് കഴിഞ്ഞു. ഒരു ട്രിപ്പായി. അപ്പൊ നമ്മൾ രണ്ടാമത്തത് ഒഴിച്ചിട്ടുണ്ട്. ഇതിന് ലാസ്റ്റാണ്. ഇതാണ് നമ്മൾ ഒഴിക്കാൻ പോകുന്നത്. ലാസ്റ്റ് ട്രിപ്പ് അല്ലേ? ലാസ്റ്റ് ട്രിപ്പ്. അപ്പൊ നമ്മൾ മൊത്തം കഴിഞ്ഞു. 6 കപ്പ് പാല്, 6 കപ്പ് പാല്, 6 മുട്ട, ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി നമ്മൾ ആഡ് ചെയ്ത്. ഓക്കെ, ഇനി അടുത്ത പരിപാടി എന്താ? അടുത്ത പരിപാടി ഇത് അടുപ്പിൽ വെച്ച് സാധാരണ കാച്ചുന്നത് പോലെയല്ല, നമ്മുടെ കൈ എടുക്കാതെ കാച്ചണം. കണ്ടിന്യൂസ് ആയിട്ട് കാച്ചിക്കൊണ്ടേയിരിക്കണം. ഇടയ്ക്ക് വെച്ച് നിർത്തി കഴിഞ്ഞാൽ ഇത് ഒരുമാതിരി തൈര് പോലെ പിരിഞ്ഞു പോകും. അങ്ങനെ പിരിയാൻ അനുവദിക്കരുത്. ഇത് അങ്ങോട്ട് തിള വരുമ്പോഴേ ഇതങ്ങ് കുറുകി കറക്റ്റ് പാകമാകും. അപ്പോഴേ നമുക്ക് ചെറുതായിട്ട് തീ കുറച്ച് വെച്ചിട്ട് ലാസ്റ്റ് ഒരു 3 മിനിറ്റും കൂടെ ഇങ്ങനെ ഇളക്കണം. ഇളക്കി കഴിഞ്ഞിട്ട് തീ ഓഫ് ചെയ്തിട്ട് വാനില എസൻസ് ഒഴിക്കണം. എന്നിട്ട് അത് ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് തണുത്തതിന് ശേഷം നമ്മൾ ഏത് ബൗളിലാണോ ആക്കുന്നത് ആ ബൗളിലാക്കി ഫ്രീസറിൽ വെക്കണം. നല്ലതുപോലെ തണുപ്പിച്ചിട്ട് വേണം ഫ്രീസറിൽ വെക്കേണ്ടത്. അടച്ച് വെച്ചേക്കണം ഫ്രീസറിൽ. എന്നിട്ട് സിപ്പി അമ്മയ്ക്ക് എവിടെ നിന്ന് കിട്ടിയതാ? ഇത് എൻ്റെ കുട്ടികൾ വളരെ ചെറുതായിരുന്നപ്പോൾ എന്നും ഐസ്ക്രീമിന് വേണ്ടി കരയും. എന്നും ഐസ്ക്രീം പുറത്തൊന്നും വാങ്ങിക്കൊടുക്കാനായിട്ട്. അപ്പോഴും ഞാൻ ഇങ്ങനെ ഇരുന്ന് വിഷമിച്ച് എന്നും ഐസ്ക്രീം മേടിച്ചു കൊടുക്കുന്നത് ദൂഷ്യമല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ നാത്തൂൻ പറഞ്ഞ് സോജ ഒരു കാര്യം ചെയ്താൽ മതി, ഇത് കണക്ക് വീട്ടിലങ്ങ് തയ്യാറാക്കി കൊടുത്താൽ മതി എന്നും പറഞ്ഞ് എൻ്റെ നാത്തൂൻ എനിക്ക് പറഞ്ഞു തന്നതാണ് ഈ ഒരു ഐസ്ക്രീം റെസിപ്പി. ഇത്ര ഈസി ആണെന്ന് വിചാരിച്ചില്ല. ഞാൻ വിചാരിച്ചില്ല. ഞാൻ അങ്ങനെ വീട്ടിൽ വന്ന് ഇത് ഉണ്ടാക്കി കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്തപ്പോഴേ ആദ്യത്തെ ഇത് പ്രിപ്പറേഷനെ ഞാൻ സക്സസ് ആയി. അടിപൊളി സക്സസ് ആയി. പിന്നെ മുതൽ എപ്പോഴും പിള്ളേർക്കും വളരെയധികം ഇഷ്ടപ്പെട്ട്. അക്കിപ്പോഴും പറയും ആ ഐസ്ക്രീമിന്റെ കാര്യം. അങ്ങനെയാണല്ലോ നമ്മളിപ്പോ ഇന്ന് ഉണ്ടാക്കണത്. അങ്ങനെ ഇവിടെ വന്നപ്പോൾ എൻ്റെ മോൻ എന്നോട് പറഞ്ഞ് അമ്മ ഉണ്ടാക്കുന്ന ഐസ്ക്രീം എനിക്ക് ഉണ്ടാക്കി തരണമെന്ന്. ഞങ്ങൾ ഇന്ന് പുറത്തു പോയി വളരെ വൈകിയാണ് തിരിച്ചു വന്നത്. എന്നിട്ടും ഞാൻ അവൻ്റെ ഒരു ആഗ്രഹം, അവന് നാളെ പോകണ്ട, അപ്പോൾ ഇന്ന് ഉണ്ടാക്കി വെച്ചാൽ നാളെ അത് കഴിക്കാമല്ലോ, ആസ്വദിച്ച് കഴിക്കാമല്ലോ. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി തന്നെ ഇത് ഉണ്ടാക്കിയായിരുന്നു. അപ്പൊ നമുക്കിനി അടുത്ത സ്റ്റെപ്പിൽ കാണാം. അമ്മയും മോനും കൂടിയിട്ട് നൊസ്റ്റാൾജിക്
സാധനം അല്ലേ? ഇതാണ് നമ്മൾ യൂസ് ചെയ്ത വാനില എസൻസ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. എസൻസിലാകുമ്പോൾ അത് തിളച്ച് ഒരു എൻ്റെ കറക്റ്റ് പാകമായി എന്നാണ്. ഇനി നമ്മൾ ഇളക്കണം. തിളച്ച് കഴിഞ്ഞ് ഒരു 2-3 മിനിറ്റും കൂടെ ഇളക്കണം. ചെറിയ തീ ഇത്തിരി കുറച്ചിട്ട് ഇളക്കുക. ഇതിങ്ങനെ കുറുകി കുറുകി വരുമ്പം നല്ലൊരു എന്താ പറയുക, ഒരു മിൽക്ക് മെയ്ഡിൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് ആയി വരും കേട്ടോ. അമ്മ ആ തുടക്കം മുതൽ ഈ ഒരു ടൈം വരെ എന്താ പറയുക, ആ സ്പൂൺ ഇട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഇത്തിരി ടൈം മാറിയിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കട്ട പിടിക്കും. പിന്നെ ഈ ഒരു ക്വാണ്ടിറ്റിയിലാണ് ആദ്യം നമ്മൾ വാനില എസൻസ് ഒഴിച്ചത്. അത് കഴിഞ്ഞ് കുറച്ചും കൂടി ആ ഒരു വാനില എസൻസിൻ്റെ ടേസ്റ്റ് കിട്ടാനായിട്ട് നമ്മൾ വീണ്ടും കുറച്ചും കൂടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് തണുപ്പിക്കണം. തണുപ്പിച്ച് ഇപ്പൊ നമ്മൾ സ്റ്റൗ ഓഫ് ആക്കി അല്ലേ? ഓഫ് ആക്കിയിട്ട് നമ്മൾ എസൻസ് ഇട്ടു. എസൻസ് ഒഴിച്ചത്. എസൻസ് ഒഴിച്ചതിന് ശേഷം തിളപ്പിക്കാൻ പാടില്ല. ഇനി ഇതിങ്ങനെ കൂടെ ഇളക്കി മധുരം നോക്കണം, പാകമാണോ നോക്കിയിട്ട് തണുക്കാൻ വെക്കാം. എത്ര നേരം വെക്കണം? കംപ്ലീറ്റ് ആയിട്ട് തണുക്കണം. നല്ല റൂം ടെമ്പറേച്ചർ ആവണം. നല്ലതുപോലെ തണുത്ത് അതിന് ശേഷം നമ്മുടെ ബൗളിൽ ഇവിടെ നമ്മൾ ഐസ് പാക്ക് വയ്ക്കുന്ന ഈ ക്രിസ്റ്റൽ ഐസ് ക്യൂബ്സ് വയ്ക്കുന്നതിനകത്ത് ഒഴിച്ചാൽ ഓരോ ക്യൂബായിട്ട് എടുത്ത് കഴിക്കാം വേണമെങ്കിൽ. അല്ലെങ്കിൽ ചെറിയ ചെറിയ ബൗളിലാക്കി ഒഴിച്ചാൽ ഓരോ ബൗളും ഓരോ ദിവസം എടുത്താൽ. വലിയ ബൗളിലാണ് ഒഴിക്കുന്നതെങ്കിൽ അതെടുത്ത് വെച്ചിട്ട് അതിൽ നിന്ന് കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ട് ബാക്കി ഇത് വെച്ചാൽ പിന്നെ എടുക്കാം. അങ്ങനെ വളരെ ലേറ്റായി ഉണ്ടായിരുന്നു ഇതെല്ലാം തണുത്തൊന്ന് വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ഈ ബൗളിലോട്ട് ഒഴിച്ച് വേറൊരു കുഞ്ഞ് ബൗളിലോട്ട് വെച്ച് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് നെക്സ്റ്റ് ദിവസം അക്കി വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുന്നത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം പുള്ളിക്കാരൻ തന്നെയാണ് ഇത് ഇനോഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് അക്കിയെടുത്ത് ചോദിക്കാം എങ്ങനെയുണ്ട് ടേസ്റ്റും കാര്യങ്ങളൊക്കെ എന്നുള്ളത്. എങ്ങനെയുണ്ടാക്കി? പണ്ടത്തെ ആ ഒരു ടേസ്റ്റ് എപ്പോഴും ഉണ്ടോ? അപ്പൊ നമ്മുടെ ഐസ്ക്രീം സക്സസ്ഫുള്ളി റെഡി ആയിരിക്കുകയാണ്. ചിപ്പി എങ്ങനെയുണ്ട്? കുഞ്ഞ് വലുതാകുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കണം. കുഞ്ഞിന് ഒരു 3-4 വയസ്സായപ്പോഴേ ഉണ്ടാക്കാൻ തുടങ്ങണം. ഹോം മെയ്ഡ് ഐസ്ക്രീം അച്ചമ്മ സ്പെഷ്യൽ. അതെ, അച്ചമ്മ സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുക്കുക. വാനില ഹൈപ്പ് വെറുത്തായ ഇതിപ്പോ നമുക്ക് പുറത്തുനിന്ന് മേടിക്കണ്ടല്ലോ അല്ലേ? പെട്ടെന്ന് ഉണ്ടാക്കാം. ഒരു മുട്ട ഗ്ലാസ് പാലെടുത്താൽ ഇതാന്ന് പറയാൻ ഉണ്ടാക്കിയും കൊടുക്കാം. പെട്ടെന്ന് ഇത്രയും കിടന്ന് നമ്മള് പിറ്റേ ദിവസം കഴിക്കാൻ പറ്റും. ഉണ്ടാക്കിയ വൈകുന്നേരം കഴിക്കാം. ഇതുപോലെ ക്രിസ്റ്റൽ ആവത്തില്ല. അപ്പൊ ഇത്തിരി കൂടെ ഒന്നും ഇതാവും, നമ്മൾ കഴിക്കുന്ന പാചകമാവും. ഇവർക്ക് അങ്ങനെയാണ്. അവര് വെയിറ്റ് ചെയ്യുന്നില്ല. അവര് നിൽക്കും, എടുക്കമ്മ നിൽക്കും. ഞാൻ എടുത്ത് കൊടുക്കും. അപ്പൊ എന്തായാലും സക്സസ്ഫുൾ. അപ്പോൾ നമ്മുടെ കുട്ടി വ്ളോഗോടെ എൻ്റെയാണ്. കുറച്ച് ദിവസങ്ങളിൽ എല്ലാം കൂടി കൂട്ടി ചേർത്തിട്ടുള്ള ഒരു കുഞ്ഞ് വ്ളോഗാണ്. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. ടേക്ക് കെയർ.